ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പതിപോലെ തന്നെ രാവിലെ ജിമ്മിലൊക്കെ പോയി വന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത് ദോശയും ചട്നിയും അതേപോലെ തന്നെ സാമ്പാറായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ കിടക്കയിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തത്. കിടക്കയിലാണ് എല്ലാ ദിവസവും ഇരിക്കാതെ, എന്നാലും ബാക്കിലൊരു തള്ളിയും അതുപോലെ തന്നെ മടിയിലൊരു തള്ളിയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഒന്നും വരില്ല. അങ്ങനെ കുറേ ലാപ്ടോപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചെത്തിയിട്ട് ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ ഇന്ന് ചോറും ചെറുപയറും അതേപോലെ തന്നെ സാമ്പാറും പിന്നെ മീനച്ചാറും ഒക്കെ നിന്ന്. അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ റൂം ടൂറാണല്ലോ, ഡെസ്ക് ടൂറാണ്. ഡെസ്കിൽ കുറേ സാധനങ്ങൾ നമ്മൾ വയ്ക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ബാക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊല്ലത്തിലായിരിക്കാറില്ല സാധാരണ, അതായത് നമ്മൾ ലാപ്ടോപ്പും മോണിറ്ററും കണക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിൽ ലൈറ്റൊക്കെ വെച്ച് ആ ഒരു സെറ്റപ്പ് അങ്ങനെ ആക്കിയിട്ടാണ് വയ്ക്കാറ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതും അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ ജസ്റ്റ് വീഡിയോ. അപ്പോൾ അത് സാധാരണ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ വയ്ക്കാറ്, അതായത് ഇതിലും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പണ്ടത്തെ ഇൻട്രോ ആണ്. അപ്പോൾ ഇൻട്രോ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നടുക്കൊരു LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ ലൈവായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിലും അതേപോലെ തന്നെ സ്ക്രീനിൽ, അതായത് മോണിറ്റർ സ്ക്രീനിലും പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ പണ്ടൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചാളായിട്ട് അങ്ങനെ വയ്ക്കാറില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ ജസ്റ്റ് ഇതിന് റിമോട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓഫ് ആകുമ്പോൾ ഇത് ഓഫ് ആവും. പിന്നെ കുറേ സംഭവങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. കളറും ലൈറ്റ് അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ എല്ലാം നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ മോണിറ്റർ. ഏസറിൻ്റെ ഒരു മോണിറ്ററാണ്, 20 ഇഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് നമ്മുടെ മോണിറ്റർ. അപ്പോൾ അത് HDMI വഴി കണക്ട് ചെയ്തേക്കാണ്. വയർ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണുന്ന രീതിയിലാണ്, അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വയർ ഇതിലേക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. നമ്മുടെ ലാപ്ടോപ്പ് ASUS VivoBook 15 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തൊക്കെയാണ്, ബാക്കി സംഭവങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു പഴയ വാച്ച് ഞാൻ ജസ്റ്റ് എന്തോ വീഡിയോ ചെയ്യാൻ എടുത്തതാണ്. പിന്നെ ഇതൊക്കെ കൂളിംഗ് ഗ്ലാസ്സുകളാണ്. കൂളിംഗ് ഗ്ലാസ് കാണിച്ചു തരാം. ഇത് 3D ഗ്ലാസ്സാണ്, 2 ഗ്ലാസ്സാണ്. ഇതാണ് നമ്മുടെ സാധാ Ray-Ban പോലത്തെ ഗ്ലാസ്. പിന്നെ അതേപോലെ തന്നെ ഇത് ജസ്റ്റ് സാധാരണ കൂളിംഗ് ഗ്ലാസ്. പിന്നെ ഇതിൽ കൂളിംഗ് ഗ്ലാസ് ഇല്ല, അതിൻ്റെ കൂളിംഗ് ഗ്ലാസ്സാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊന്നും കോസ്റ്റ്ലി ആയിട്ടുള്ള കൂളിംഗ് ഗ്ലാസ്സുകളല്ല, ജസ്റ്റ് നമ്മളൊരു 150-200 വെച്ചൊക്കെ ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങുന്നതാണ്. അപ്പോൾ ഇതും ഒരു Ray-Ban പോലത്തെ മോഡൽ കൂളിംഗ് ഗ്ലാസ്സാണിത്. അപ്പോൾ ഇവിടെ കുറേ കൂളിംഗ് ഗ്ലാസ്സുകളുണ്ട് ഇവിടെയൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ RC കാർ, നമ്മുടെ G-Wagon ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടിയൊക്കെ പിടിച്ച കുറച്ച് ദിവസമായി എടുത്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RC കാർ G-Wagon. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ച സംഭവമാണിത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റിമോട്ടാണത്. പിന്നെ ഇത് ലൈറ്റിൻ്റെ റിമോട്ട്. ഇത് മുമ്പത്തെ ലൈറ്റിൻ്റെ റിമോട്ടാണ്. ആ ലൈറ്റ് ഇപ്പോൾ ചെറുതായിട്ട് കണക്ഷൻ വിട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഇത് വേറെ കൂളിംഗ് ഗ്ലാസ്സാണ്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പുതിയ വാച്ചാണ്, നമ്മുടെ സാംസങ്ങിൻ്റെ Galaxy Fit 3 ആണെന്ന് തോന്നുന്നു, ചാർജില്ല നമ്മളിപ്പോൾ. പിന്നെ ഇതാണ് നമ്മുടെ യൂട്യൂബ് ഇവൻറ്റിന് നമുക്ക് പോയപ്പോൾ കിട്ടിയ ബുക്കാണിത്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിനാണ്, ഞാൻ ഒന്നും എഴുതിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ബുക്ക്. പിന്നെ ഈ കാണുന്നതൊക്കെ ഹെഡ്സെറ്റ്, ഇതൊക്കെ നമുക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. ഇതും പിന്നെ എയർപോഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രൊമോഷൻ കിട്ടിയതാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഇത് ഒരു ചെറിയൊരു കയ്യിൽ പിടിക്കുന്ന ഒരു ട്രൈപോഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളി സംഭവമാണ്. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പോൾ ഇതിങ്ങനെ ടച്ച് ചെയ്താൽ വർക്കാവും, തൊട്ടാൽ കളർ മാറും. അങ്ങനെ പല പല കളറുകളായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറുന്ന സംഭവങ്ങൾ, ഡിസൈനല്ല അതിൻ്റെ ടൈം, ഇതൊക്കെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഓഫ് ചെയ്യാൻ ജസ്റ്റ് ഇതായിട്ട് താമസിയാൽ റിമോട്ട് മാറിപ്പോയി തോന്നും. ഇതായിരുന്നു റിമോട്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ വേറൊരു ട്രൈപോഡാണ്, ഗോറില്ല ട്രൈപോഡ്. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഹിമാലയൻ്റെ ഒരു റോയൽ എൻഫീൽഡ് ഒറിജിനൽ ബൈക്കിൻ്റെ മിനിയേച്ചറാണ്. നല്ല ഡീറ്റെയിലിംഗ് ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കും അതേപോലെ തന്നെ ഒരു കാറും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ ബാറ്റ്മാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റ്മാൻ. അപ്പോൾ ഇത് ചെറിയൊരു ടോയ്, ഇത് പണ്ടങ്ങണ്ട് ജെംസ് അങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ അങ്ങോട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതും ഇവിടെ ഇരിക്കുന്നുണ്ടാവും.
പിന്നെ ഒരു കാൽക്കുലേറ്റർ അത് വെറുതെ വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഏതാ മോഡൽ എനിക്ക് ഓർമ്മയില്ല, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോണുകളുടെ പെട്ടികളാണ്. M5, പോക്കോ M5, പോക്കോ M4 Pro, പിന്നെ ഓപ്പോ A7 6. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് ബോക്സ് ഉള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ടോട്ടൽ ഇവിടെ വെച്ചേക്കുന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇത്രയും സംഭവങ്ങളാണ് സാധാരണ നമ്മുടെ ഡെസ്കിൽ വെക്കാറ്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ മിക്കാറും. അപ്പോൾ എന്തായാലും അത്രത്തോളമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത്തിന് നോട്ടിഫിക്കേഷൻ എവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി പെടുത്താം. അപ്പോൾ അടിപൊളി കണ്ടു അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.